ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെമ്മീൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം നല്ല ഫ്രഷ് ചെമ്മീൻ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന റെസിപ്പികളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്, വേറൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ചെമ്മീൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തേച്ചും വെറുതെ കിള്ളി എടുത്തിട്ട് നമ്മൾ പിന്നെ കഴുകി എടുക്കുവാണല്ലോ. പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നല്ലവണ്ണം ഒരുപാട് പ്രാവശ്യം വാഷ് ചെയ്ത് അതിൻ്റെ മണ്ണും പൊടിയും എല്ലാം കളഞ്ഞതിന് ശേഷം കിള്ളിയതിന് ശേഷം നമ്മളത് ചെമ്മീൻ വാഷ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ ഒരു ടേസ്റ്റ് പോകും. അതിൽ നിന്ന് വരുന്ന ആ വെള്ളം അതിൻ്റെ ടേസ്റ്റാണ്. അപ്പോൾ അത് നമ്മൾ കഴുകി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെമ്മീൻ കറിക്ക് അതിൻ്റേതായൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കണേ. ഞാനിത് ചെമ്മീൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. കുറച്ചെടുത്ത് തനുവിന് സ്കൂളിൽ കൊണ്ടുപോകാൻ വറുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി നമ്മൾ ഏത് ചട്ടിയിലാണ് പീര ചെയ്യാൻ പോകുന്നത്, അപ്പോൾ അതിൻ്റെ ആ ചട്ടിയിലേക്ക് തന്നെ ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 7-8 കഷ്ണം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില, ആവശ്യത്തിന് എരിവിന് ആവശ്യമായിട്ട് പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും ചേർത്തത് ഇതുപോലെ നന്നായിട്ട് കൈവച്ച് ഞെരടി എടുക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പീരയാണ് ഇത്, ചെമ്മീൻ പീര. അപ്പം നല്ലവണ്ണം ഇതുപോലെ പീര ഞെരടി കൊടുത്തതിന് ശേഷം ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. കുടംപുളി ഞാൻ ഒരു ബൗളിനകത്ത് ഇട്ട് വെള്ളം ഒഴിച്ച് വെക്കും. അപ്പോൾ അതിൻ്റെ പുളി ഇറങ്ങിയിട്ടുള്ള വെള്ളമാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കുടംപുളി ഇട്ട് കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് അപ്പോൾ തന്നെ നമ്മൾ അടുപ്പിൽ വെച്ചത് ഇതുപോലെ നല്ല തിള വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് ആ വെള്ളം എല്ലാം നല്ലോണം വരട്ടി എടുക്കുക. കണ്ടോ, എത്ര പെട്ടെന്നാണ് നമ്മളുടെ പീര റെഡി ആയിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ സംഭവം. ആ വെള്ളം വറ്റി വരുമ്പോഴത്തേക്കും പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അടച്ചു വെക്കുക. നമ്മളുടെ ചെമ്മീൻ പീര റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിനി മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഇതുപോലൊരു സിമ്പിൾ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ ഓൾ, ബൈ.